ഹലോ, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ലാലേട്ടൻ ഹിറ്റാക്കിയ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, പെരുജീരകം പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, ചുട്ടെടുത്ത തേങ്ങ, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കടുക്. ഇനി ചതച്ചെടുക്കാനുള്ളത് 150 ഗ്രാം ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, 9 അല്ലി വെളുത്തുള്ളി, 7 പച്ചമുളക്, കുറച്ചധികം തന്നെ കറിവേപ്പില. അവസാനമായി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ 1 കിലോ ചിക്കൻ. ഇനി നമുക്ക് ഇവ ഓരോന്നായി ചതച്ചെടുക്കാം. ഈ രീതിയിലാണ് ചതച്ചെടുക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കളറൊന്ന് മാറി വരുമ്പോഴേക്കും പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പെരുജീരകം പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ് ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി ഇവയെല്ലാം നല്ലതുപോലെ ഒന്നുകൂടെ യോജിപ്പിക്കണം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ മസാല ചേർത്ത് മിക്സാക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് 10-15 മിനിറ്റ് നേരം നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഇനി അടപ്പ് മാറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും ചിക്കൻ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലൊട്ടും വെള്ളം തന്നെ ചേർക്കുന്നില്ല. ആവശ്യമെന്നാൽ അടിയിൽ പിടിക്കുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.